പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നും ഇന്നലെയുമായി ഇന്ത്യൻ പാർലമെന്റിൽ ചൂടേറിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മുഖാമുഖം വന്നു നിൽക്കുന്ന അന്തരീക്ഷം പോലും പാർലമെന്റിൽ ഉണ്ടായി. എന്താണ് ഈ ചൂടേറിയ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത്? നമുക്കറിയുന്നത് പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയുടെ ശ്രദ്ധയിൽ ഒരു പുസ്തകത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയുണ്ടായി. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ എം നരവണെയാണ്. ആ പുസ്തകത്തിന്റെ പേര് 4 Stars of Destiny എന്നാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിലാണ് കേട്ടോ. ആ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം ശക്തമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. 2019 മുതൽ 2022 വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു നരവണെ. 2020 ഇന്ത്യയും ചൈനയുമായി ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അത് ഗാൽവൻ എന്ന പ്രദേശത്താണ്. ആ ഏറ്റുമുട്ടലിൽ 20ഓളം ഇന്ത്യൻ സൈനികരാണ് കേട്ടോ വീരമൃത്യു വരിച്ചത്. അത് സംബന്ധിച്ചുള്ള ചില വീഴ്ചകളാണ് നരവണെ ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ദ കാരവൻ എന്ന് പറയുന്ന മാഗസിൻ പുറത്തുവിട്ടു. ആ പരാമർശങ്ങളാണ് ലോക്സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇന്നലെ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. പക്ഷേ അതിനെതിരെ ശക്തമായ എതിർപ്പായിരുന്നു ഭരണപക്ഷത്തു നിന്നുണ്ടായത്. ആദ്യം ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. അത് പ്രതിരോധ മന്ത്രാലയം പരിശോധിച്ച് അനുമതി നൽകിയാൽ മാത്രമേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ. അന്താരാഷ്ട്ര പുസ്തക പ്രകാശന രംഗത്തെ, പ്രസാധന രംഗത്തെ അധികാരായിട്ടുള്ള പെൻഗ്വിൻ ബുക്സ് ആണ് കേട്ടോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് രംഗത്ത് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രീ ബുക്കിംഗ് ഓർഡർ വരെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. അവർ വലിയ പരസ്യം കൊടുത്തിരുന്നു. പക്ഷേ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പുസ്തകം വെളിച്ചം കാണാൻ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന പെൻഗ്വിനോട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കരുത് എന്ന് താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിരോധ മന്ത്രാലയം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാത്തത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഗുരുതരമായ ഒരു വീഴ്ചയെക്കുറിച്ച് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ കാര്യം ചർച്ച ചെയ്യാൻ ലോക്സഭ തയ്യാറാകണമെന്നാണ് ഉത്തരവാദിത്വത്തോടുകൂടി ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. എന്താണ് ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2020 ഈ പറയുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ ഗാൽവൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന്. ആ സംഭവങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിലുണ്ട്. 2020 ഓഗസ്റ്റ് 31 രാത്രി 8:15 മണിക്ക്, ആ ദിവസം നിങ്ങൾ നോക്കണം, 2020 ഓഗസ്റ്റ് 31 രാത്രി 8:15 മണിക്ക് ഇന്ത്യയുടെ കരസേനാ മേധാവിയായ ജനറൽ എം നരവണയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോൾ വന്നതെന്ന് പറയുന്നത് നോർത്തേൺ കമാൻഡിന്റെ ജനറലിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേര് യോഗേഷ് ജോഷി എന്നാണ്. എന്താണ് ഈ നോർത്തേൺ കമാൻഡ് എന്ന് പറഞ്ഞാൽ? കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളുടെ സെക്യൂരിറ്റി നോക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കമാൻഡാണ് നോർത്തേൺ കമാൻഡ്. അതിന്റെ ജനറൽ ആയിട്ടുള്ള യോഗേഷ് ജോഷിയാണ് കരസേനാ മേധാവിയായ എം നരവണയെ രാത്രി 8:15 മണിക്ക് വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോക്കൂ, ഇന്ത്യയുടെ അതിർത്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈനയുടെ 4 ടാങ്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഒരു ചൈനീസ് ഇൻഫൻട്രി മാർച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് നമ്മൾ തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞത്. തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി എം നരവണെ ഉടൻ തന്നെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. നരവണെ റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രതിരോധ മന്ത്രിയോടാണ്. അദ്ദേഹം കരസേനാ മേധാവിയാണ്. അതാണ് പ്രോട്ടോകോള്. അവിടെ അവസാനിച്ചില്ല. രാജ്നാഥ് സിംഗിന് പിന്നാലെ അദ്ദേഹം സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള BP മല്ലിക്കിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, വിദേശകാര്യമന്ത്രിയായിട്ടുള്ള S ജയശങ്കറിനെ വിളിക്കുന്നു. ഈ 4 പേരെയും വിളിച്ച് ഈ കാര്യം പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, വാട്ട് ആർ മൈ ഓർഡേഴ്സ്? എന്താണ് നിങ്ങളുടെ നിർദ്ദേശം? അതിനനുസരിച്ച് വേണം എനിക്ക് മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആരും ഒരു അക്ഷരം മിണ്ടിയില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. അങ്ങനെ എടുത്തുചാടി മറുപടി പറയേണ്ട ഒരു സാഹചര്യമല്ല. നോക്കൂ, ചൈനീസ് ആർമിയാണ് മുന്നേറ്റം നടത്തി